റിയൽമി നാർസോ N63 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ N63 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിയാണ്. 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് തിരക്കില്ലാത്ത ബാറ്ററി കപ്പാസിറ്റിയാണ്. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് വളരെ മികച്ചൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വളരെ കൂടിയ ഒരു ചാർജിങ് സ്പീഡുമായിട്ട് വരുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തെങ്കിലും ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഡൈനാമിക് ബട്ടൺ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ സൈഡിൽ വരുന്ന ബട്ടണിലോട്ട് നമുക്ക് പല ഫംഗ്ഷൻസും അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും എടുത്തു വരേണ്ട നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എയർ ജസ്റ്റേഴ്സ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ചില ജസ്റ്റേഴ്സ് കാണിച്ചിട്ട് പല ആക്ഷൻസും ചെയ്തെടുക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ വെള്ളമായാലും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഫോൺ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു എയർ ജസ്റ്റേഴ്സും അതുപോലെ തന്നെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ചും ഒക്കെ റിയൽമിയുടെ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും കാണുന്നുണ്ട്. എന്നാലും നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ തന്നെ പറയാവുന്നതാണ്. ഇനി ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പം ഡിസ്പ്ലേയുടെ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.74 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടി നന്നായിനെ. അത് വിചാരിച്ചിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷനേ വരുന്നു എന്നുള്ളത് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഇല്ലാത്തത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 150 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. അത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ 90.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. മിനി ക്യാപ്സ്യൂൾ 2.0 എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് iPhone 15 സീരീസിലേതുപോലെ ആയിരിക്കും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 560 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് 189 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.74 mm ആണ്. ഈ ഒരു ഫോണിന്റെ ട്വിലൈറ്റ് പർപ്പിൾ അതുപോലെ തന്നെ ലെതർ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T612 എന്ന പ്രോസസറാണ് ഇതിൽ വരുന്നത്. 8500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ തിരക്കേടില്ലാത്തൊരു പ്രോസസർ എന്നൊക്കെ പറയാവുന്നതാണ്. ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, തിരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ. 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. 4GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇപ്പം 64GB ഇന്റേണൽ വെർഷനും 128GB ഇന്റേണൽ വെർഷനും തമ്മിൽ 500 രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പം ഒരു 500 രൂപയും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കുമ്പോൾ 128GB ഇന്റേണൽ വെർഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. LPDDR4Xന്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ നിരാശപ്പെടുത്തിയെന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഭയങ്കര നിരാശപ്പെടുത്തിയെന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 8499 രൂപയാണ്. അതുപോലെ തന്നെ 4GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 8999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനീഷ്യലി 500 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ജൂൺ 10 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 8500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ചാർജിങ് സ്പീഡാണ്.
അപ്പം ഈ ഒരു ഫീച്ചർ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ബാക്കി തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. എന്തായാലും റിയൽമി നാർസോ N63 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ചാർജിങ് സ്പീഡ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേറെയും ഫോണുകൾ നോക്കാവുന്നതാണ്. പിന്നെ നല്ലൊരു ചാർജിങ് സ്പീഡ് കിട്ടുന്നു എന്നുള്ളതും നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. ചില ആൾക്കാർക്ക് അതായിരിക്കും വേണ്ടത്.